ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഫ്ലൈ വീൽ. ഇപ്പം നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കാണും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എന്നാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഒരു ഫ്ലൈ വീൽ എന്നുള്ളത് അല്ലേ. സോ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസീവ് വീൽ ഹാവിങ് എ ലോങ് സിലിണ്ടറിക്കൽ ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ. ഒരു മാസീവായിട്ടുള്ളൊരു വീലാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ട്. ഈ റോഡാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന നമ്മുടെ വാളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. സോ ഫ്ലൈ വീൽസ് ആർ യൂസ്ഡ് ഇൻ സ്റ്റേഷനറി എൻജിൻസ് ടു മേക്ക് ദെയർ റണ്ണിങ് സ്മൂത്ത് ആൻഡ് സ്റ്റഡി. ഇപ്പം നിങ്ങളിതാ ഇതുപോലെ ഒരു അല്ലെ വീല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ ഈ മില്ലിൽ നമ്മൾ എന്താണ് അരിയൊക്കെ പൊടിപ്പിക്കാൻ പോകുന്ന സമയത്തല്ല അതിന് ആ പൊടിപ്പിക്കുന്ന ഡിവൈസിനകത്ത് ഇതുപോലെ കുറച്ചും കൂടെ വീതിയുള്ള ഒരു വീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതാ ഇവിടെ കാറിൻ്റെ ഇത് കണ്ട ഒരു എഞ്ചിൻ്റെ പാർട്ടാണ് അല്ലേ, ഇതൊരു പിസ്റ്റണാണ്. അപ്പോൾ ഈ പിസ്റ്റണിൽ നിന്ന് കണക്ഷൻ പോയേക്കുന്നത്, ഇവിടെ നിന്നൊരു കണക്ഷൻ നേരെ ഒരു വീലിലോട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്ന സംഭവം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഫ്ലൈ വീൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന കേസ് എന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ ഈ ഗിയറൊക്കെ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഗിയർ വീണ് കഴിഞ്ഞാലേ വണ്ടി മൂവ് ചെയ്യത്തുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അത് സ്റ്റോപ്പായി കിടക്കും. അപ്പോൾ ഈ ഓരോ ഗിയർ ഇടുന്ന സമയത്തും ഇങ്ങനെ എഞ്ചിൻ സ്റ്റോപ്പായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എഞ്ചിൻ പാർട്സ് എല്ലാം എന്ത് ചെയ്യും, തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇനർഷ്യ കൂടിയ ഒരു വീല് അതിനകത്ത് കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, ഈ മൊമെൻ്റം എന്ത് ചെയ്യും, ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻ്റം, ഗിയർ മാറുന്ന സമയത്ത് അവിടെ ഒരു മൊമെൻ്റം ഉണ്ടാകുന്നുണ്ട്. ഈ മൊമെൻ്റം ആര് കണ്ടിന്യൂ ചെയ്യും, കാരണം മാസ് കൂടുന്നതനുസരിച്ച് ഇനർഷ്യ കൂടുതലല്ലോ അല്ലേ. അപ്പോൾ ഈ ഫ്ലൈ വീലിൻ്റെ ഇനർഷ്യ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഈ സാധനം സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ ഒരു ഗിയർ ഇട്ട് അടുത്ത ഗിയറിലോട്ട് പോകുന്ന അതിനിടയ്ക്കുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യും, ഈ എൻജിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാതെ ഈ ഫ്ലൈ വീൽ എന്ത് ചെയ്യും, ആ മൊമെൻ്റത്തിനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും അല്ലേ. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഗിയർ ഇടുന്നത് വരെ അതിനൊരു റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ ആക്ച്വലായിട്ട് വരുന്നൊരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈ വീൽസ് ആർ യൂസ്ഡ് ഇൻ സ്റ്റേഷനറി എൻജിൻസ് ടു മേക്ക് their running smooth and steady. So they can also prevent the sudden stopping of machines when thrown to gear. ഞാൻ പറഞ്ഞു അതാണ്. They are constructed with a large moment of inertia by keeping their mass mainly at the rim. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിവൈസ് അല്ല, ഈ ഒരു വീല് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഇന്നർ പോർഷനൊക്കെ വളരെ തിന്നാണ് കണ്ടത്. ഇതൊക്കെ വളരെ തിൻ പോർഷൻ. പക്ഷേ ഈ ഔട്ടർ എൻഡിലോട്ട് വരുമ്പോൾ ഇത്രയും തിക്നെസ് അതിന് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ, അങ്ങനെ ആ ഒരു ഷേപ്പ് വരാനുള്ള കാരണം എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂട്ടാൻ വേണ്ടിയാണ് അല്ലേ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിങ് പഠിച്ചിട്ടുണ്ട്, ഡിസ്ക് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഏറ്റവും കൂടുതൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉള്ളതെന്ന് പറയുന്നത് റിങ്ങിനാണ്. സെയിം ഡയമെൻഷൻസ്, സെയിം മാസും സെയിം റേഡിയസ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്തതെങ്കിൽ ഏറ്റവും കൂടുതൽ ഇനർഷ്യ വരുന്നത് റിങ്ങിനാണ് അല്ലേ. അപ്പോൾ ആ ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ മാസ് കംപ്ലീറ്റ് കൂടുതൽ മെജോറിറ്റി മാസും അതിൻ്റെ റിമ്മിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ എന്തും കൂടും, കൈനറ്റിക് എനർജിയും കൂടും അല്ലേ. കാരണം കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഹാഫ് I ω² ആണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും അല്ലേ. അപ്പോൾ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യില്ല. കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രമേ ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഇതാണ് ഫ്ലൈ വീലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലൈ വീലിനെ വാളിൽ, ഫ്ലൈ വീലാണിത്, ഫ്ലൈ വീലിൽ കൂടെ ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിനെ നമ്മൾ വാളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മൗണ്ടിനകത്ത് ബോൾ ബെയറിങ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ലാബിൽ വരുന്ന സമയത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ മൗണ്ടിനകത്ത് കുറച്ച് ബോൾ ബെയറിങ്സ് ഉണ്ട്, ഇവിടെയും കുറച്ച് ബോൾ ബെയറിങ്സ് ഉണ്ട്. അതെന്തിനാണെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റണ്ണിങ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ്, ഫ്രിക്ഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് രണ്ടിലും ബോൾ ബെയറിങ്സ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ അതിനകത്തൊരു മാസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു കോഡ് വഴി മാസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ലാബിൽ കാണുന്നത്, അല്ലെങ്കിൽ ഫ്ലൈ വീൽ നമ്മൾ ചെയ്യുന്നത്. ഇനി എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഫ്ലൈ വീൽ ഈസ് ഹെൽഡ് വിത്ത് ഇറ്റ്സ് ആക്സിൽ ഹൊറിസോണ്ടൽ പൊസിഷൻ. അപ്പോൾ നമ്മളതിൻ്റെ ആക്സിൽ എങ്ങനെയാണ് വെച്ചേക്കുന്ന,
ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. ദി വീൽ ഈസ് മൗണ്ടഡ് ഓൺ ബോൾ ബെയറിംഗ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ വീൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, വീൽസ് മൗണ്ട് ചെയ്യുന്നത് ബോൾ ബെയറിംഗ്സ് വെച്ച്, ഇവിടെ ചെറിയ ചെറിയ ബോൾ ബെയറിംഗ്സ് ഉണ്ട്, അത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. Then one end of a light cord is loosely looped around a peg on the axle. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു മെറ്റാലിക് പീസിൽ ഒരു സ്ക്രൂ പോലത്തെ സംഭവം ഉണ്ട് അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഡിനെ വൈൻഡ് ചെയ്ത് വെക്കുന്നത്. ഈ കോഡിനെ വൈൻഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീലിനെ ഇനിഷ്യൽ റൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അല്ലേ, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. The cord is wound around the axle n times and a mass m is suspended from its free end. Let r be the radius of the axle. അപ്പോൾ ആക്സിലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. നമ്മൾ ഇതിൻ്റെ മാസ് അല്ലേ, നമ്മളൊരു ചെറിയ മാസ് എം എന്ന് പറയുന്ന ഒരു മാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആക്സിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ എൻഡിലാണ് നമ്മൾ ആ പെഗ്, ഒരു ചെറിയ സ്ക്രൂ പോലത്തെ ഒരു അല്ലേ ചെറിയൊരു പീസ് നമ്മളതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ആ പെഗിനകത്താണ് നമ്മളൊരു കോഡ് അല്ലെ, ഒരു കോഡ് കണക്ട് ചെയ്തേക്കുന്ന, ആ കോഡിൻ്റെ എൻഡിൽ ഒരു മാസം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോഡ് നമുക്ക് ഇനിഷ്യലി എത്ര റൊട്ടേഷൻസ് വേണമോ അതനുസരിച്ച് നമ്മൾ ഈ കോഡ് അതിനകത്ത് വൈൻഡ് ചെയ്യും. അപ്പോൾ 3 റൊട്ടേഷനാണ് നമ്മൾ ഇനിഷ്യലി വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 3 പ്രാവശ്യം വൈൻഡ് ചെയ്യണം. അപ്പോൾ 5 റൊട്ടേഷൻ ആണെങ്കിൽ 5 പ്രാവശ്യം വൈൻഡ് ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് n എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദി കോഡ് ഈസ് വൗണ്ട് റൗണ്ട് ദി ആക്സിൽ n ടൈംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോഡിനെ നമ്മുടെ ആക്സിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട്. The mass is allowed to move down from rest അല്ല. അപ്പോൾ ഇനീഷ്യലി ഈ മാസ് എന്ന് പറയുന്ന റെസ്റ്റ് ആയിരിക്കും. ദെൻ ഈ മാസിനെ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഡൗൺവേർഡ്സ്, അതിനെ താഴേക്ക് നമ്മൾ ഫോൾ ചെയ്യിക്കും അല്ലേ. അപ്പോൾ ഈ മാസ് താഴേക്ക് വീഴുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഈ ആക്സൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ നമ്മുടെ ഫ്ലൈ വീലും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. So when the mass has descended through a height h, the cord completely unwinds and leaves the peg. The flywheel continues to rotate for some more time. അപ്പോൾ ഈ മാസ് അല്ലേ, മാസിനെ ഗ്രൗണ്ടുമായിട്ടുള്ള ഹൈറ്റ് എച്ച് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് വെച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനകത്ത് എച്ച് എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എച്ച് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദി മാസും ദെൻ മാസ് തറയിൽ വീഴുമ്പോൾ ഉള്ള പൊസിഷൻ അല്ലേ, ഫൈനൽ പൊസിഷൻ ഓഫ് ദി മാസും തമ്മിലുള്ള ഹൈറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രൗണ്ടും ഈ എന്താണ് അറ്റാച്ച് ചെയ്തേക്കുന്ന മാസും തമ്മിലുള്ള ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ എച്ച് ഹൈറ്റ് ട്രാവൽ ചെയ്ത് ഈ മാസ് താഴെ വീഴുന്നു. അപ്പോഴെന്ത് ചെയ്യും, നമ്മുടെ കോഡും എന്ത് ചെയ്യും, ആ ആക്സിലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് താഴെ വരും ആണല്ലോ. അതിനുശേഷവും എന്ത് ചെയ്യും, ഈ മാസ് താഴെ വീണതിന് ശേഷവും ഈ ഫ്ലൈ വീൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. So we count the number of rotations n made by the wheel after the detachment of the cord and the time taken t is noted. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഈ എത്ര പ്രാവശ്യമാണ് ഈ കോഡ് നമ്മൾ വൈൻഡ് ചെയ്തേക്കുന്നത് നോക്കുമല്ലേ. അപ്പോൾ n ആണെങ്കിൽ n പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, ഈ കോഡിനെ നമ്മൾ ഈ ആക്സിൽ വൈൻഡ് ചെയ്തു. അപ്പോൾ ഈ മാസ് ആ സമയത്ത് ഈ മാസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. അപ്പോൾ എച്ച് നോട്ട് ചെയ്യണം, മാസിന്റെ ഹൈറ്റ് നമ്മൾ നോട്ട് ചെയ്യണം. ഇനി ഈ മാസ് താഴെ വീഴുമ്പോൾ അല്ലെങ്കിൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് താഴെ വീഴുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി n വൈൻഡിങ്സ് അല്ലേ ഉള്ളേ. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, അത് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും, ഈ കോഡ് താഴെ വീഴുന്നതിന് മുമ്പ് n പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ 3 ആണ് അതിനകത്ത് കൊടുത്തേക്കുന്ന വൈൻഡിങ് എങ്കിൽ then the flywheel will rotate 3 times before the cord detaches from the axle. അപ്പോൾ ഈ കോഡ് ആക്സിൽ നിന്നും വിട്ട് താഴെ വീഴുന്ന സമയത്തിന് മുമ്പ് വരെ അത് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും, 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. അതാണ് the number of rotations before the cord has detached from the axle എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കോഡ് ഡിറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അത് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു, n ടൈംസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി കോഡ് ഡിറ്റാച്ച് ചെയ്യുന്ന ശേഷവും അത് എന്ത് ചെയ്യും, കുറച്ച് പ്രാവശ്യം കൂടെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എൻ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ക്യാപിറ്റൽ എൻ എന്ന് വെച്ചാൽ എന്താ, ദി നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആഫ്റ്റർ ദി ഡിറ്റാച്ച്മെന്റ് ഓഫ് ദി കോഡ് അല്ലേ. കോഡിന്റെ ഡിറ്റാച്ച്മെന്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അത് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എൻ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും അല്ലേ.
അപ്പോൾ അത് എത്ര സമയം കഴിഞ്ഞാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടി എന്ന് പറയുന്നത് അല്ലേ. വെൻ ദി വെലോസിറ്റി ബിക്കം സീറോ, വെലോസിറ്റി ഓഫ് ദി ഫ്ലൈ വീൽ ബിക്കം സീറോ. അപ്പോൾ ഈ കോഡ് ഡിറ്റാച്ച് ചെയ്യുന്ന സമയം മുതൽ ഈ ഫ്ലൈ വീൽ സ്റ്റോപ്പ് ആകുന്ന സമയം വരെയുള്ള ഡ്യൂറേഷൻ, അതിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത് അല്ലെ. ടി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് മെഷർ ചെയ്തെടുക്കുന്നത്. ഒന്ന് എൻ മെഷർ ചെയ്യും, സ്മോൾ എൻ, ദെൻ ക്യാപിറ്റൽ എൻ എത്ര റൊട്ടേഷൻസ് കഴിയുമ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കും, ഇനി എത്ര ടൈം കഴിയുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കും, ദെൻ ഇനിഷ്യലി ആ മാസിന്റെ ഹൈറ്റും കൂടെ മെഷർ ചെയ്യും. Let v be the linear velocity acquired by the mass and omega is the angular velocity of the flywheel when the cord just leaves the peg. അപ്പോൾ v എന്ന് പറയുന്നതാണ് നമ്മുടെ മാസിന്റെ ലീനിയർ വെലോസിറ്റി. ഇനി ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്ലൈ വീലിന്റെ വെലോസിറ്റിയാണ്. എപ്പോഴുള്ള വെലോസിറ്റിയാണ്, ഈ ഡിറ്റാച്ച് ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള അല്ലേ, ഈ കോഡ് ഡിറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്, ഒമേഗ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മെഷർമെന്റ് തുടങ്ങുന്ന സമയം മുതൽ അല്ലേ, നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് പറയാം അല്ലെ. നമ്മൾ തുടങ്ങുമ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇനിഷ്യൽ വെലോസിറ്റിയാണ് ഈ ഒമേഗ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലൈ വീൽ കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലൈ വീൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമുക്കിവിടെ എഫ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദി ബെയറിങ്സ്. അപ്പം നമ്മൾ ഈ ആക്സിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബോൾ ബെയറിങ്സ് യൂസ് ചെയ്താലും അതിന് ചെറിയൊരു ഫ്രിക്ഷൻ കാണും അല്ലേ. ആ ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ ഓർമ്മിച്ചിരിക്കണം അല്ലെ. എൻ, സ്മോൾ എൻ, ക്യാപിറ്റൽ എൻ, റേഡിയസ് ഓഫ് ദി ആക്സിലാണ് ആർ, ദെൻ ടൈം ടേക്കൺ, ദെൻ ഹൈറ്റ്, മാസ്, ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി, ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് ചോദിച്ചാൽ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. കൺസർവേഷൻ ഓഫ് എനർജി ആണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇനീഷ്യലി നമ്മുടെ മാസ് റെസ്റ്റ് ആണ്, അതുപോലെ ആക്സിലും റെസ്റ്റ് ആണ്, ഫ്ലൈ വീലും റെസ്റ്റ് ആണ്. ഫ്ലൈ വീലിന്റെ ഹൈറ്റിന് ഒരു വ്യത്യാസം വരില്ല. നമ്മൾ ഈ എക്സ്പെരിമെന്റ് തുടങ്ങുന്ന സമയത്തും അതുപോലെ എക്സ്പെരിമെന്റ് തീരുന്ന സമയത്തും ഈ ആക്സിലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ആക്സിലിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല, അതിന് ചേഞ്ച് ഇല്ല, പൊട്ടൻഷ്യൽ എനർജി ഫിക്സ്ഡ് ആയിരിക്കും. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാസിന് ഇനിഷ്യലി എന്തുണ്ടായിരിക്കും, അത് h ഹൈറ്റിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഈ മാസ് താഴേക്ക് ഡിസെൻഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറയും അല്ലേ. ഹൈറ്റ് കുറയും മീൻസ് എന്താ, പൊട്ടൻഷ്യൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും. ദെൻ ഈ മാസ് ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും, സീറോ ആവും അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിക്കാണ്, ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആക്സിലിന്റെ നമ്മൾ നോക്കേണ്ട, ഫ്ലൈ വീലിന്റെ നോക്കേണ്ട ആവശ്യമില്ല. ഫ്ലൈ വീലിന്റെ ഹൈറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഫിക്സ്ഡ് ആയിരിക്കും. നമ്മളിവിടെ ചെയ്യുന്ന എന്താ, എനർജി കൺവേർഷൻ, എന്തുമാത്രം എനർജി കൺവേർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ മാസ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി മാസ് എന്ന് പറയുന്നത് എന്താണ്, mgh ആണ് അല്ലേ. ദെൻ അത് താഴേക്ക് വരുന്നതനുസരിച്ച് ഗ്രാജുവലി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, ആ mgh എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തുമാത്രം ചേഞ്ച് വരുന്നു, അത് എങ്ങനെയെല്ലാം കൺവേർട്ട് ആയി പോകുന്നു അല്ലെ. mgh എന്ന് പറയുന്ന എനർജി എങ്ങനെയെല്ലാം കൺവേർട്ട് ആയി പോകുന്നു ആണല്ലോ നമ്മൾ ഈ പറയുന്ന എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. ബിഫോർ ദി പ്രോസസ്സും ആഫ്റ്റർ ദി പ്രോസസ്സും എനർജി എങ്ങനെയായിരിക്കണം, കൺസർവ്ഡ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഇത് ചേഞ്ച് ആവുന്നത്. ഫസ്റ്റ് ഈ മാസ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാസിന് താഴേക്ക് ഒരു ലീനിയർ വെലോസിറ്റി v ഉണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറിയിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി, കൈനറ്റിക് എനർജി ഓഫ് ദി മാസ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് അല്ലേ. അപ്പം പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നത് മീൻസ് അത് വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ആവുന്നു. അപ്പോൾ ഏത് ഫോമിലോട്ടാണ് കൺവേർട്ട് ആവുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത് നമുക്ക് മനസ്സിലായി ഈ മാസ് താഴേക്ക് വരുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കുറച്ച് ഫോം എന്തായിട്ട് മാറിയിട്ടുണ്ട്, കൈനറ്റിക് എനർജി ആയിട്ട് മാറി. സോ ½ mv² നമ്മൾ എഴുതി, പ്ലസ്
ഈ മാസ് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യില്ലേ? ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈ വീലും റൊട്ടേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെങ്കിൽ ഫ്ലൈ വീലും എന്ത് ചെയ്യും? കുറച്ച് കൈനറ്റിക് എനർജി അറ്റൈൻ ചെയ്യും. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലേ? ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ടൊക്കെയാണ് ലോസ് ചെയ്യുന്നത്, എന്തായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നത്? ഒന്ന്, ആ മാസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. രണ്ട്, നമ്മുടെ ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനിയും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ലോസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ഈ ബോൾ ബെയറിങ്സിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ കുറച്ച് എനർജി എന്തിന് പോവും? ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക, ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എത്ര? എഫ് ആണ്. അപ്പോൾ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ ഫ്രിക്ഷൻ 2F ആണ്. ദെൻ 3 പ്രാവശ്യം ആകുമ്പോൾ 3F ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ കോഡ് ആ ആക്സിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള കേസാണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്പർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? സ്മോൾ n ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? NF ആയിരിക്കും. NF. ഇതാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ MgH എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തൊക്കെയായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? ഒന്ന്, വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ കൈനറ്റിക് എനർജി ഓഫ് ദി മാസ്. 2, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൈ വീൽ. 3, ടു ഓവർകം ഫ്രിക്ഷൻ അല്ലേ? ഈ 3 ടേംസ് ആണ് അതിനകത്ത് വരുന്നത്. സോ ഒന്നുകൂടെ എഴുതാം. MgH is equal to half mv square plus half I omega square plus NF. നമ്മൾ ഇനി സിമ്പിൾ ആണ്, എന്ത് ചെയ്താൽ മതി? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒമേഗ ഐ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ? ഐ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലൈ വീൽ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി അതിനുശേഷം അല്ലെ, അപ്പോൾ ഇത് നമ്മുടെ ഇനിഷ്യൽ കേസ് ആണ് അല്ലേ? ബിഫോർ ദി കോഡ് ഹാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ആക്സിൽ. അതാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ MgH എന്ന് പറയുന്നത് എന്തായി? ഗ്രൗണ്ടിലെത്തി, 0 ആയി. അതുപോലെ ഹാഫ് mv സ്ക്വയറോ അതും 0 ആയി. കാരണം ഇതെന്ത് ചെയ്യാണ്? ഗ്രൗണ്ടിൽ വന്ന് വീണ് കഴിയല്ലേ? സോ അത് 0 ആയി പോയി. ഇനി ഫ്രിക്ഷൻ ഫോഴ്സ് മുമ്പുള്ള റൊട്ടേഷൻ പോകുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്? ഇത് കോഡ് പോകുന്നതിന് മുമ്പാണ് എന്ത് വരുന്നത്? NF എന്ന് വരുന്നു അല്ലേ? നമ്മൾ ഈ ടേം ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാലേ, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഒരു ക്യാപിറ്റൽ N റൊട്ടേഷൻ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫ്ലൈ വീൽ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത്രയും റൊട്ടേഷൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഫ്ലൈ വീൽ സ്റ്റോപ്പ് ചെയ്യുന്നത്? കാരണം അതിന് ഫ്ലൈ വീലിന് ഉണ്ടായിരുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഏതാണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ബിഫോർ ദ കോഡ് ഹാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ആക്സിസ് അല്ല. അത് ആ ഒരു സമയം തൊട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെന്റിന്റെ സമയത്ത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു എനർജിയോട് കൂടിയായിരിക്കും ഫ്ലൈ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുറേ സമയം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടായിരിക്കും സ്റ്റോപ്പ് ആവുന്നത്? എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ആ എനർജി എന്ത് ചെയ്യാണ്? ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊടുക്കുക അല്ലേ? അപ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന എനർജി എന്ത് ചെയ്യാണ്? ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊണ്ടാണ് ആഫ്റ്റർ ടി ടൈം അല്ലേ, ടി സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ആ ഫ്ലൈ വീൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന എനർജി എന്തായിട്ട് മാറി? ഫ്രിക്ഷണൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയി, അല്ലെങ്കിൽ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ആയിപ്പോയി. ഇനി എത്ര റൊട്ടേഷൻ കഴിയുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? N റൊട്ടേഷൻസ് കഴിയുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? NF ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ N റൊട്ടേഷൻ കഴിയുമ്പോഴാണ് ഫ്ലൈ വീൽ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? NF ആയിരിക്കും. സോ നമുക്ക് എഴുതാം ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു NF. Therefore F is equal to I omega square divided by 2n.
ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യും. mgh is equal to half mv square plus half I omega square n f I omega square by 2n. അപ്പം നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒരു ഹാഫ് ഐ ഒമേഗ സ്ക്വയറിനെ വെളിയെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം 1 ആയിപ്പോൾ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് n by n ആയിരിക്കും അല്ലേ? ദെൻ രണ്ടാമത് ഈ വെലോസിറ്റിക്ക് പകരം നമുക്ക് ആർ ഒമേഗ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എന്തായി? ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആയി. ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് n by n അല്ലേ? ഇനി ഒമേഗയുടെ നമുക്ക് ഐ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് വീണ്ടും ഒമേഗയുടെ ടേം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒമേഗയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗയ്ക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒമേഗ സ്ക്വയർ വരുന്നുണ്ട്, ഒരു ഹാഫും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാനൊരു ഹാഫ് ഒമേഗ സ്ക്വയറിനെ ഇങ്ങനെ വെളിയെടുത്തു. ബാക്കി എം ആർ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് n by n അല്ലേ? ഒമേഗ സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് രണ്ട് ടേമിൽ നിന്ന് ഒമേഗ സ്ക്വയറിന് വെളിയെടുക്കുന്നത്. ഇനി ഒമേഗ സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആവറേജ് ആംഗുലാർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഈ മാസ് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ആ സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗയാണ്. ഇനി ആഫ്റ്റർ ടി ടൈം അല്ലെങ്കിൽ ആഫ്റ്റർ n റൊട്ടേഷൻസ് വെലോസിറ്റി എന്താവും? 0 ആവും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഒമേഗ, ഫൈനൽ വെലോസിറ്റി 0. ആവറേജ് ആകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 പൈ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ല. അപ്പോൾ 2 പൈ എഫ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ നമ്പർ ഓഫ് റൊട്ടേഷൻസ് എത്രയാണ്? ക്യാപിറ്റൽ N ആണ്. ഡിവൈഡഡ് ബൈ അത്രയും സമയം അല്ലേ? അത്രയും റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് t ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒമേഗ പ്ലസ് 0 by 2 ഈസ് ഈക്വൽ ടു 2 പൈ n by t. Therefore ഒമേഗ ഈസ് ഈക്വൽ ടു 4 പൈ n ഡിവൈഡഡ് ബൈ t. ഈ ഇക്വേഷനാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്ത സമയത്ത് യൂസ് ചെയ്തത് അല്ലേ? ഫ്ലൈ വീലിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 4 പൈ n ഡിവൈഡഡ് ബൈ t. അപ്പോൾ ഈ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So mgh is equal to half omega square into mr square plus I into 1 plus n by n. Then ഈ ഒമേഗ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 4 പൈ n by t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എന്താവും? 16 പൈ സ്ക്വയർ n സ്ക്വയർ ഡിവൈഡഡ് ബൈ t സ്ക്വയർ ഇൻറ്റു എം ആർ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു, ഇവിടെ ഞാൻ LCM എടുത്ത് എഴുതുകയാണേ, n പ്ലസ് n ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇതിനകത്ത് 2ഉം 16ഉം പോയിട്ട് 8 ആവും. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് കൊണ്ടുപോകാൻ പോവാം. അപ്പോഴെന്ത് കിട്ടി? mgh t സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 പൈ സ്ക്വയർ n സ്ക്വയർ ഈസ് ഈക്വൽ ടു mr square plus I n plus n by n. നമുക്ക് കണ്ട ഐയുടെ വാല്യൂ അല്ലേ? അപ്പോൾ എം ആർ സ്ക്വയറും കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. mgh t സ്ക്വയർ ബൈ 8 മൈനസ് എം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു I ഇൻറ്റു n പ്ലസ് n ബൈ n. ഞാൻ ഐ ആദ്യം എഴുതാൻ പോവാണ്. ഐ ഈസ് ഈക്വൽ ടു, ദെൻ ഈ രണ്ട് ടേമിലും ഒരു എം ഉണ്ട് അല്ലേ? അപ്പോൾ എം ബാക്കി gh t സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ n സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ.
ഇനി ഈ ടേം ആണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട്, ഇവിടെ ഉണ്ടായിരുന്ന ടേം ആണ് റൈറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇത് റെസിപ്രോക്കൽ ആയിട്ട് പോകും. n by n plus n അല്ലേ? So finally moment of inertia of the flywheel is equal to nm by n plus n into GHT square by 8 pi square n square minus r square. സോ ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ടൈംസും നമ്മൾ ഓർമ്മിച്ചിരിക്കണം, നിങ്ങൾ വാല്യൂ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ എം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന മാസ് അല്ലേ, മാസ് അറ്റാച്ച്ഡ് ടു ദി കോഡ്. ഇനി സ്മോൾ എൻ എന്ന് വെച്ചാൽ എന്താണ്? ദി നമ്പർ ഓഫ് റൊട്ടേഷൻസ് ബിഫോർ ദ കോഡ് ഹാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ആക്സിൽ ആണ്. ഇനി എൻ എന്താണ്? നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആഫ്റ്റർ ദ കോഡ് ഹാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ആക്സിൽ ആണ്. ഇനി ജി അറിയാം. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദി മാസ് ആണ്. ടൈം എന്ന് വെച്ചാൽ എന്താണ്? ദി ടൈം ടേക്കൺ ബൈ ദി flywheel to come to rest after the code has detached. അപ്പോൾ കോഡ് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം അത് റെസ്റ്റ് വരാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ദെൻ ആർ എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ഓഫ് ദി ആക്സിലാണ്. റേഡിയസ് ഓഫ് ദി ഫ്ലൈവീൽ അല്ല, ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി ആക്സിലാണ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഡിറൈവ് ചെയ്യാൻ എടുക്കാൻ പറ്റും. ആ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിനും അതുപോലെ ഒമേഗയ്ക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്രഷൻസ് കൊടുക്കുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി.